ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടസില. ഞാനിന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ടി വി എസിൻ്റെ ജൂപ്പിറ്റർ 110 അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ജൂപ്പിറ്ററിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ആക്റ്റീവ 110 സി സിക്ക് ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ തന്നെയായിരുന്നു ജൂപ്പിറ്റർ. അതിൽ നല്ല രീതിയിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റഡ് വേർഷൻസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ 110 സി സി സെഗ്മെന്റിൽ തന്നെ വേറെ ഒരു വണ്ടിയിലും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു വണ്ടിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ടി വി എസ് എന്ന ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു 10-12 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ പുതിയതായിട്ട് കൊണ്ടുവരാറുണ്ട്. അതെല്ലാം 100% വളരെ വിജയകരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ പുതിയ ജൂപ്പിറ്റർ 110 സി സിയിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടിയുടെ ലുക്കിലേക്ക് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ലുക്കിൽ നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. വളരെ ഐ കാച്ചിങ് ആയിട്ടുള്ള ഡിസൈനാണ് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ ആ ഒരു ബൾക്കി ഡിസൈനിൽ ചെറുതായിട്ട് മാറ്റം വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ മെയിൻ ഘടകം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലൈറ്റിംഗ് തന്നെയാണ്. ഫ്രണ്ട് ആൻഡ് റിയർ പോർഷനിൽ ഇൻഫിനിറ്റി ലൈറ്റ് ബാർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഇൻഡിക്കേറ്റർ അടക്കം ലൈൻ പോലെ വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി ലൈറ്റ് ബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലെ ലൈറ്റിന്റെ പോർഷനിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു ഗ്ലോസി ബ്ലാക്കിലുള്ള ഒരു പോർഷനും അവർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി വണ്ടിക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ലൈറ്റ്സ് കംപ്ലീറ്റ് LED ആണ് ഇത്തവണ അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ ലൈറ്റ്സും LED തന്നെയാണ് വരുന്നത്. പിന്നെ ഇതുവരെ ഞാൻ ഒരു വണ്ടിയിലും കാണാത്ത വേറൊരു സംഭവം ഇതിനകത്തുണ്ട്. ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യമായിട്ടാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഫോളോ മീ ഹെഡ് ലാമ്പ്. അതായത് വണ്ടി സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഏതാനും സെക്കൻഡുകളിലേക്ക് ഹെഡ്ലൈറ്റ് കത്തി നിൽക്കും. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് നമ്മുടെ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്ത് നമുക്ക് ചെന്ന് ഡോറ് തുറക്കുന്ന ആ ഒരു കീട്ട് തുറക്കുന്ന സമയം വരെ ഈ ഹെഡ്ലൈറ്റ് കത്തി നിൽക്കും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്കത് പ്രാക്ടിക്കൽ വരുമ്പോൾ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ്, വണ്ടി ടേൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറക്കുവാണെങ്കിൽ ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. എനിക്ക് തോന്നുന്നു നമ്മുടെ പൾസർ വണ്ടികളിൽ ഈ സംഭവം ഓൾറെഡി ഉണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അത് അവർ ഈ സെഗ്മെന്റിലും ഈ ഒരു സ്കൂട്ടറിലും അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു അടിപൊളി ഫീച്ചറും കൂടിയുണ്ട്. അതായത് എമർജൻസി ബ്രേക്ക് വാണിംഗ്. നമ്മൾ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് അടക്കം ഇൻഡിക്കേറ്റേഴ്സ് അടക്കം ബ്ലിങ്ക് ചെയ്ത് പുറകിലുള്ള വണ്ടിക്ക് വാണിംഗ് കൊടുക്കും. അപ്പോൾ ഈ കാണുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ വേറെ ഒരു വണ്ടിയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞത് എല്ലാം ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ഇതെല്ലാം വരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വണ്ടിയിലുള്ള പോലെ തന്നെ ഹസാർഡ് ലാമ്പ് ഉണ്ട്. അതും ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് ഉള്ളതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റ്സിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ. ഇനി നമുക്ക് എഞ്ചിൻ പോർഷനിലേക്ക് വരുവാണെങ്കിൽ അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത 113.3 സി സിയുടെ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 7.2 HP പവറും 9.2 Nm ടോർക്കുമാണ് എഞ്ചിനിൽ വരുന്നത്. അതുകൂടാതെ ടി വി എസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടി വി എസിന്റെ ഐഗോ അസിസ്റ്റ് വഴി വണ്ടിക്ക് കൂടുതൽ ടോർക്ക് നൽകും. അതായത് 9.8 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് നമ്മുടെ മെയിൻലി ഇന്ത്യൻ റോഡുകൾക്ക് വേണ്ടിയിട്ട് ട്രാഫിക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഓവർടേക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത അവരുടെ ഒരു ന്യൂ ടെക്നോളജിയാണത്. അതുകൊണ്ട് ആ ഒരു ആക്സലറേഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു ടോർക്കിന്റെ വ്യത്യാസം വരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് ആണ്. നമ്മുടെ ജൂപ്പിറ്റർ 125 ഉള്ള പോലെ തന്നെ ഫുഡ് ബോർഡിന്റെ അടിയിലാണ് ഫ്യൂൾ ടാങ്ക് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫ്യൂവൽ ലിഡ് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ്. എനിക്ക് പേഴ്സണലി 125 ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലിഡ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ ഇതിലും വരാമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സീറ്റും അതുപോലെ തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജും അത്യാവശ്യം നല്ല നീളമേറിയ സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 33 ലിറ്ററാണ്. 2 ഹെൽമെറ്റ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ വണ്ടിനെ പക്ക ഒരു ഫാമിലി സ്കൂട്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. കൂടുതലും ഫുഡ് സ്പേസും അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ വരുമ്പോൾ മനസ്സിലാവും. ഈ 125 പറയുന്ന പോലെ തന്നെ വീതിയും നീളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡി ബാലൻസ് ടെക്നോളജിയാണ്. അതായത് വണ്ടിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്കായിട്ട് താഴ്ത്തായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് മറ്റ് സ്കൂട്ടറുകളെ അപേക്ഷിച്ച്. അത് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂവൽ ടാങ്കിൽ ഒരു അവരുടെ ലൊക്കേഷൻ മാറ്റിയതാണ് അതിനുള്ളൊരു കാരണം. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് ട്രാഫിക്കിലും കാര്യങ്ങളൊക്കെ നല്ലപോലെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. അതായത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആൻഡ് കളർഫുൾ ആണ്. അതായത് ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യമായിട്ടാണ് ഫുള്ളി ഡിജിറ്റൽ കളേർഡ് ക്ലസ്റ്റർ വരുന്നത്. അതും ഒട്ടനവധി ഫീച്ചേഴ്സ് ഇറക്കുമായിട്ടാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള കോൾ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നാവിഗേഷൻ, ഫൈൻഡ് മൈ ഡിവൈസ്, പിന്നെ ഇവരുടെ ആപ്ലിക്കേഷനായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ആ ഒരു വണ്ടിയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാസ് വെച്ചിട്ട് ആ ഒരു വണ്ടിയുടെ മൈലേജും അതായത് ഡിസ്റ്റൻസ് ടു എംറ്റിയും ഇനിയുള്ള പെട്രോൾ എത്ര കിലോമീറ്റർ ഓടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നതോടെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇതൊക്കെ
ഒരു പ്രായത്തിന് മുകളിലുള്ളവരൊന്നും യൂസ് ചെയ്യില്ലെങ്കിൽ പോലും ഇതൊരു യുവാക്കൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എടുത്ത് പറയേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ടയേഴ്സാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് 12 ഇഞ്ചാണ് വരുന്നത്. ഈ സെഗ്മെന്റിൽ വേറൊരു വണ്ടിക്കും വേറൊരു ബ്രാൻഡിനും ഇതുപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് 12 ഇഞ്ച് ടയേഴ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ റൈഡിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ അതിനേക്കാൾ വെച്ച് ബെറ്റർ ആയിരിക്കും തന്നെ പ്രതീക്ഷിക്കും. പിന്നെ കൂടിയ വേരിയന്റുകളായിട്ട് ഇതിന്റെ അലോയ് വീൽസ് ഉള്ളത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രം ബ്രേക്കും ഡിസ്ക് ബ്രേക്കും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ വരുന്നത് സ്മാർട്ട് എക്സ് കണക്ട് വരുന്നത് ടോപ്പ് 2 വേരിയന്റുകളാണ് വരുന്നത്. പിന്നെ നമ്മൾ പറയാൻ പറ്റിയ കാര്യമുണ്ട്, ഈ വണ്ടിയിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വണ്ടി ഐഡിലായിട്ട് നിൽക്കുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇത് സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്യൂൽ സേവ് ചെയ്യാൻ പറ്റും. 5.1 ലിറ്റർ ആണ് ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അതുപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 106 കിലോഗ്രാം ആണ്. പിന്നെ ഈ വണ്ടിക്ക് വരുന്നത് ഫുള്ളി മെറ്റൽ ബോഡിയാണ്. മാക്സിമം പോർഷൻസ് മെറ്റലാണ് വരുന്നത് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. 6 പുതിയ കളേഴ്സിലാണ് വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 73,700 ആണ്. അത് ബേസ് വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻ്റ് വരുന്നത് 87,250. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ജൂപ്പിറ്റർ 110cc ഡീറ്റെയിൽസ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ വരാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.